എന്താണ് ഈ കുരുത്തോലയുടെ പ്രസക്തി എന്ന് പറയുക? നമുക്കിവിടെ ഒലിവ് മരം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ലഭ്യമായിട്ടുള്ള പനയോല കൊണ്ടോ തെങ്ങിൻ്റെ ഓല കൊണ്ടോ അല്ലെങ്കിൽ കുരുത്തോല കൊണ്ടോ നമ്മൾ ജെറൂസലം നിവാസികൾ ചെയ്തതുപോലെ ചെയ്യുന്നു. ഇതിൻ്റെ ഉത്ഭവം എന്നാണെന്ന് ചോദിച്ചാൽ 4-ാം നൂറ്റാണ്ടിൻ്റെ 2ാമത്തെ പകുതിയിൽ ജെറൂസലത്ത് ഇങ്ങനൊരു കർമ്മം നടന്നിരുന്നതായിട്ട് നമുക്ക് രേഖകളുണ്ട്. ഈ ഓശാന ഞായറാഴ്ച ജനങ്ങൾ ഒലിവ് മലയിലേക്ക് പോകുന്നു. ഒലിവ് മലയിൽ നിന്ന് പ്രദക്ഷിണമായിട്ട് ജെറൂസലത്തിൻ്റെ വീഥികളിലൂടെ നടന്ന് അവർ ദേവാലയത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ ആ ആഗമനം അല്ലെങ്കിൽ യേശു ദേവാലയ പ്രവേശനം നടത്തിയതിൻ്റെ ഓർമ്മ കൊണ്ടാടുന്ന പതിവ് 4-ാം നൂറ്റാണ്ടിലെങ്കിലും തുടങ്ങിയിരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നീട് അത് 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ലോകത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. നമ്മുടെ കേരളക്കരയിലും എല്ലായിടത്തും എവിടെയെല്ലാം ക്രൈസ്തവ സഭകളുണ്ടോ അവിടെയൊക്കെ ഈ ആചാരം തുറന്നു പോരുന്നുണ്ട്. ഇന്നും ആളുകൾ വലിയ ആഴ്ചയുടെ ആരംഭത്തിൽ ഈ ഒരു കർമ്മം ലോകത്തിലെ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും തന്നെ ഇപ്രകാരം ആചരിച്ചു പോരുന്നുണ്ട്. ഈ കുരുത്തോലയ്ക്കുള്ള പ്രാധാന്യം നമ്മുടെ വീടുകളിൽ അത് സൂക്ഷിക്കാറുണ്ട്, പള്ളികളിൽ സൂക്ഷിക്കാറുണ്ട്, വാഹനങ്ങളിൽ സൂക്ഷിക്കാറുണ്ട്. ഇത് ശേഖരിച്ച് പള്ളികളിൽ ശേഖരിച്ച് ആ ഉണങ്ങിയ തലേ വർഷത്തെ കുരുത്തോല കത്തിച്ച് ആ ചാരം ഉപയോഗിച്ചിട്ടാണ് പിറ്റേ വർഷത്തെ ചാരം പൂശുന്ന കർമ്മം നടത്തുന്ന നോമ്പിൻ്റെ ആരംഭത്തിൽ നടത്തുന്ന കർമ്മത്തിന് വേണ്ടിയുള്ള ഭസ്മം തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെ ഒരു തുടർച്ച കൂടി ഓരോ വർഷവും നമ്മൾ ഉപയോഗിക്കുന്ന കുരുത്തോലയ്ക്ക് ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക.